ഞാനങ്ങനെ മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല. എനിക്കങ്ങനെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യാനോ ഒന്നും എനിക്ക് വരില്ല. കാരണം ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്ന ടൈമിൽ അത് കോമഡി ആവാറാണ് പതിവ്. പക്ഷേ എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇതുപോലെ ഒരു മഴക്കാലത്ത് ഞാനും എൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് പുഴയിൽ കുളിക്കാൻ പോകുന്നൊരു ടൈമായിരുന്നു. ഞാൻ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പുഴയിൽ ഇവരുടെ കൂടെ പോകുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇവരൊക്കെ ചാടി നീന്തി ഈ കരയിൽ നിന്ന് ആ കരയിലോട്ടൊക്കെ പോയി വരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീന്തൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മൾക്കും ഇങ്ങനെ വെള്ളത്തിൽ ചാടി കൈയും കാലൊക്കെ ഇട്ട് അടിച്ചു പറഞ്ഞു വെച്ചാൽ നീന്താൻ പറ്റുന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ഇവരോടൊന്നും പറയാതെ തന്നെ വെള്ളത്തിലെടുത്തൊരു ചാട്ടം അങ്ങോട്ട് ചാടി എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും വെള്ളത്തിൽ പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എങ്ങനെയൊക്കെയോ പുഴയിലെ നീന്തി വന്ന് എന്നെ രക്ഷപ്പെടുത്തി കരയിൽ കൊണ്ട് കിടത്തി. അത് ഞാൻ ഒരുപാട് പേടിച്ചു. പേടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ പേടികളിൽ ഒന്നാണെന്ന് തോന്നുന്നത്. കാരണം അവനെങ്ങാലും വന്ന് എന്നെ പുഴയിൽ നിന്ന് രക്ഷിച്ചില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ആ പുഴയിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാവും. ഞാനിത് വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ഒന്നും പറയാൻ നിന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും കളിക്കാനൊക്കെ പോയിട്ട് ഒന്ന് കയ്യോ കാലം മുറിഞ്ഞാൽ തന്നെ അതിൻ്റെ വേദനയേക്കാൾ ഇവരെ പിടിച്ച് തല്ലുന്നതിൻ്റെ വേദനയായിരിക്കും നമുക്ക് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ വീട്ടുകാരുടെ അടുത്തൊന്നും പറയാൻ നിന്നില്ല. പിറ്റേ ദിവസം തൊട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ എന്നെ രക്ഷപ്പെടുത്തിയ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പുഴയിലോട്ട് വീണ്ടും പോയി തൊട്ടപ്പുറത്തുള്ള കടലിൽ ആഴമില്ലാത്ത സൈഡിൽ നിന്ന് നീന്താൻ അവിടെ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരാഴ്ച കൊണ്ട് നീന്തൽ പഠിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കണം. അല്ലാത്ത പക്ഷം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് അതിനെ ഫേസ് ചെയ്യേണ്ടി വരികയും അല്ല ആ ഫേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പത്തൊക്കെ ഒന്നുമില്ലാതായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിപ്പോൾ നീന്തുന്ന കാര്യം മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ ആൻസൈറ്റി ആവാം, അതേപോലെ തന്നെ ചിലവർക്ക് ഹൈറ്റിന് പേടിയുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ പല പേടി ഉണ്ടാവും ആൾക്കാർക്ക്, പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അവരൊക്കെ അവരുടെ എന്താ പറയുക കംഫർട്ട് സോൺ നോക്കിയിട്ട് തന്നെ അവർക്ക് ഏറ്റവും പേടിയുള്ള കാര്യങ്ങൾ എന്താണോ അതിനെ ഫേസ് ചെയ്യാതെ അത് സ്കിപ്പ് ചെയ്ത് വിടും. എന്നിട്ട് ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിനെ ഫേസ് ചെയ്യേണ്ട സാഹചര്യം വരുന്ന ടൈമിലായിരിക്കും അവർ അതേ ഓർത്തിട്ട് ഒരുപാട് ഡിപ്രസ്ഡ് ആവുകയും അല്ലെങ്കിൽ അവരെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, നമ്മളെ ലൈഫിൽ എന്തിനാണോ ഏറ്റവും അധികം പേടിക്കുന്നത് അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. നല്ലത് ചിന്തിക്കൂ, അപ്പം നല്ലത് സംഭവിക്കും. Be positive.